സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നിനും ഒരു കുഴപ്പവും വരില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ മക്കളെ. ഇന്ദ്രേട്ടാ, അമ്പലത്തിലെ പ്രസാദം തൊട്ടിട്ട് പോ. പിന്നെയും പിടിച്ചു നിർത്തുന്നോടി. മതിയടി നിന്റെ അഭിനയം. ഇവിടെ എല്ലാവരും തലയിൽ തീയിട്ട് നടക്കുമ്പോ നീ ഇവരെയും കൂട്ടി അമ്പലത്തിൽ പോയതേ എന്നെ ശിക്ഷിച്ച ദൈവത്തോട് നന്ദി പറയാനല്ലേടി. ആ പ്രസാദം നീ എന്റെ മകന്റെ നെറ്റി തൊട്ടു കൊടുക്കണ്ട. മാറാ അങ്ങോട്ട്. കണ്ടില്ല ഇന്ദ്ര, നിന്റെ അമ്മ നിന്റെ ഭാര്യയോട് കാണിക്കുന്ന ക്രൂരത. ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏട്ടത്തിയെ എന്ത് ചെയ്താലും ഏട്ടൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അമ്മയ്ക്ക് വളം. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഏട്ടാ. വിടടാ, അമ്മയുടെ മനസ്സിപ്പോ ശരിയല്ല, അതുകൊണ്ട് ഓരോന്ന് കാണിക്കുന്നതാ. അനു, നീ പ്രസാദം തൊട്ട്. അനു, തൊട്ടു കൊടുക്കുമോളെ. ശരി, പോയിട്ട് വരാനോ? സത്യ. ശരി ഏട്ടത്തി. വനോ, ഇത്രേ ഉള്ളൂ അവൻ. ഇന്ദ്രനെ കാലനാക്കുന്നതേ അവന്റെ തള്ളയാ. രമേശ് ഇതും തുറന്നിട്ടില്ലല്ലോ. വല്ല പ്രശ്നമുണ്ടോ? ആയിരിക്കുന്ന ആളിനോടൊന്ന് ചോദിച്ചു നോക്ക്. ചേട്ടാ, ഇതെന്താ ഫൈനാൻസ് കമ്പനി തുറക്കാത്തത്? കുറച്ച് ഗോൾഡ് വെക്കണമായിരുന്നു. ഇന്ന് ഇടപാടില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാ സെക്രട്ടറി ആക്സിഡന്റിൽ മരിച്ചുപോയി. സിറ്റിയിൽ ഒരു ഫൈനാൻസ് കമ്പനിയും തുറക്കില്ല. പണിയായല്ലോ രമേശേ. അവർക്കിന്ന് ഹർത്താലാ. ആരോ മരിച്ചെന്ന്. എടാ, ഇത് ബാങ്കിൽ വെച്ചാ പോരെ? ഇൻട്രസ്റ്റും കുറവായിരിക്കുമല്ലോ. എടാ, പക്ഷെ 10 പവന് ബാങ്കിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത്ര പണം കിട്ടത്തില്ല. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വെയിറ്റ്, നമ്മുടെ ഒരു കക്ഷിയുണ്ട്. പുള്ളിക്ക് അത്യാവശ്യം സ്വർണ്ണപ്പണയത്തിന്റെ ഒക്കെ ഏർപ്പാടുള്ളതാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. രഘു കാറ്ററിംഗ് കമ്പനി വിട്ട് ബ്ലേഡ് കമ്പനി തുടങ്ങാൻ പോവാ. അത് അവന് പറ്റിയ പണിയാ. അവന് തന്നെ പലിശക്ക് എടുക്കാമല്ലോ. അവനും തിങ്കളാഴ്ച തന്നെ ഉദ്ഘാടനം വെച്ചിരിക്കും. ഓക്കേട്ടാ. എടാ, ക്യാഷ് ഓക്കെയാണ്, പക്ഷെ 12 മണി കഴിയും. അതൊന്നും വേണ്ട രമേശേ. വേറൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതെന്താന്ന് പറ. ഹെൽപ്പ് ചെയ്യാനാണല്ലോ ഞാൻ വന്നേ. എടാ, എന്റെ ഏട്ടത്തിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇന്നൊരു ഫൈനാൻസ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് 4 കിലോമീറ്റർ പോയാൽ മതി. നമുക്ക് അങ്ങോട്ടൊന്ന് വിട്ടാലോ? അവിടെ എത്ര കാശ് കാണൂ? പിന്നെ അതൊക്കെ കാണും. പക്ഷേ എടാ, എന്റെ പേരിൽ പണയം വെക്കാൻ പറ്റത്തില്ല. നീ നിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് നിന്റെ പേരിൽ വെക്കണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്ക് വേണ്ടിയല്ലേ. ശരി, എന്നാ പോവാം. അതാവുമ്പോ കാര്യവും നടക്കും, ഉദ്ഘാടനത്തിന് പങ്കെടുത്തൊന്നും ആവും. വാ. കാലമാടന്മാർ എന്താണ് ഇത്ര സമയമായിട്ട് വിളിക്കാത്തത്? നമ്മൾ പണം കൊടുക്കാമെന്ന് സമ്മതിച്ചല്ലേ? അപ്പൊ പിന്നെ നേരത്തെ കാലത്തെ അതും വാങ്ങി നമ്മുടെ കൊച്ചിനെ അവർക്ക് വിട്ടു തന്നൂടെ? അവരങ്ങനെ എപ്പോഴും വിളിക്കൊന്നും ഇല്ലമ്മേ. എല്ലാ പഴുതുകളും അടച്ച് അവർ ഓരോ നീക്കവും നടത്തൂ. എന്നാലും എന്തൊരു നാടായത്. പെൺകുട്ടികൾക്ക് പകല് പോലും ഇറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ശേഷം ആ കാലമാടന്മാരെ പിടിക്കാൻ പോലീസിനോട് പറയണം ഇന്ദ്ര. ആദ്യം സോനിയ നിങ്ങോട്ട് വരട്ടെ വാനുവമ്മേ. അതുവരെ വേറെ ഒന്നും എന്റെ തല കേറില്ല.
ഇന്ദ്രേട്ടന്റെ ഫോണിൽ ചാർജൊക്കെ ഉണ്ടല്ലോ അല്ലേ? അവരെ വിളിക്കുമ്പോ കിട്ടാതെ ആവരുത്. ഫോണിന് കുഴപ്പമൊന്നുമില്ല. ഇതാ അമ്മേ ചായ. ഓ അവിടെ അങ്ങനെ വെച്ചേക്ക്. ചായ സൽക്കാരം നടത്തേണ്ട സമയം. ഞാൻ പറഞ്ഞിട്ടാ അവള് ചായ വെച്ചത്. വാങ്ങി കുടിക്ക് സുശീലേ. നീ കുടിവെള്ളം കുടിക്കാതിരുന്നാലേ വല്ല അസുഖവും വരും. അതെ അമ്മേ, സോന തിരിച്ചു വരുമ്പോഴേക്കും അമ്മ വീണു പോരുത്. അമ്മ ഇതിന്ന് ഇത്തിരി കുടിക്ക്. വാങ്ങിക്കമ്മേ. എന്നാലും എന്റെ മോൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. എങ്ങനെ വളർത്തിയതാ നമ്മൾ അവളെ? ഇതുവരെ ഒരു രാത്രി പോലും അവൾ ഒറ്റയ്ക്ക് ഒരിടത്തും നിന്നിട്ടില്ല. ഇതിപ്പോ ആരാന്നോ എന്താന്നോ അറിയാത്തവരുടെ ഇടയിൽ എന്റെ മോളെ ഒരു പോറല് പോലെ ഏൽപ്പിക്കാതെ തിരിച്ചു തരണേ ഈശ്വര. അമ്മേ, അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. സോനയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അതിനു വേണ്ടിയല്ലേ നമ്മൾ അവരുടെ ഡിമാൻഡൊക്കെ അപ്പൊ തന്നെ അംഗീകരിച്ചത്. നീ വിഷമിക്കാതെ ആ ചായ കുടിക്ക് സുശീലേ. വേണ്ട, എനിക്ക് എന്റെ മോള് വരാതെ ഒന്നും ഇറങ്ങില്ല. ഇന്ദ്രേട്ടാ ദാസങ്ങള് വന്നു. ദേ ഇന്ദ്ര, എന്റെ മോൾ ഈ വീട്ടിൽ തിരിച്ചെത്താതെ ഈ കുടുംബത്തിൽ നിന്ന് വേറെ ആരും ഒരു കാര്യത്തിനും ഇറങ്ങരുത്. അതാര് പറഞ്ഞാലും ശരി. എന്റെ മോള് കഴിഞ്ഞ് എനിക്ക് വേറെ എന്തും ഉള്ളൂ. എന്താ ഇന്ദ്ര, കുട്ടിയെ കൈമാറുന്ന ടൈം ഫിക്സ് ചെയ്തോ? ഇല്ലെങ്കിൽ അവര് വിളിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക. അമ്മയോടെ കിടക്കുവാണോ? അല്ല, ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങള് വാ. നീ ഒന്ന് സമാധാനപ്പെടു സുശീലേ. സാറേ, എന്റെ മോള് കരയാതിരിക്കൂ. മോളെ തിരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ ഒരു ധാരണയല്ലോ. ഇനി പേടിക്കാനൊന്നുമില്ല. അവരറിയിക്കുന്ന സമയത്ത് പണം കൊണ്ടുപോകുന്നു, കുട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്നു. 10 ലക്ഷം രൂപയുടെ നഷ്ടമല്ലോ ഉണ്ടാവൂ. വേറൊരു നഷ്ടം ഉണ്ടാവുന്നില്ലല്ലോ. മതി സാറേ, പോകുന്നതൊക്കെ പോട്ടെ. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. എന്നാലും പണത്തിന് പണം തന്നെ വേണ്ടേ? അതൊരു നഷ്ടം തന്നെയാ. ഇന്നലെ അമ്മ സമ്മതിക്കില്ലെന്ന് എന്തിനും പറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകി സോനെ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ച ലോകം മുഴുവൻ ആ വാർത്ത പരക്കില്ലേ സർ? ഒരു രാത്രി ആക്രമികളുടെ കയ്യിൽ പെട്ടുപോയ എന്റെ മോൾക്ക് പിന്നെ എവിടുന്നെങ്കിലും ഒരു നല്ല ബന്ധം കിട്ടുമോ സർ? എന്തുകൊണ്ട് കിട്ടില്ല? അക്രമികൾ പിടിച്ചോണ്ടുപോയത് സോനയുടെ കുറ്റമല്ലല്ലോ. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയും. ആ അതുപോട്ടെ, ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ക്ഷണിച്ചവരൊക്കെ അവിടെ വന്നു തുടങ്ങും. ആ സമയത്ത് നമ്മൾ ആരെങ്കിലും അവിടെ വേണ്ടേ? അപ്പോ കടയുടെ ഉദ്ഘാടനം ഇന്ന് തന്നെ നടത്താൻ സാറ് തീരുമാനിച്ചോ? സുശീലേ, അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ. ഇപ്പൊ അത് മാറ്റിവെക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാ, സാറിന് തോന്നില്ല. കാണാതായതേ സാറിന്റെ ആരും അല്ലല്ലോ, എന്റെ മോളല്ലേ. അമ്മേ, പിന്നെന്താടാ? ആ കട നിനക്ക് വേണ്ടി എന്നല്ലേ പറയുന്നത്? നിന്റെ അനിയത്തെ തിരിച്ചു കിട്ടാത്ത സങ്കടത്തിനിടയിൽ നിനക്ക് പോയി ആ കട തുറക്കാൻ പറ്റുമോ? നീ അവളെ കൊണ്ടുപോയവന്മാര് വിളിക്കുന്നതും കാത്തിരിക്കുമല്ലേ? അവര് വിളിച്ചാൽ നിനക്ക് അങ്ങോട്ട് പോണ്ടേ? ഇന്ദ്രനോട് അത് മാറ്റിവെച്ച് കട തുറക്കാൻ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? ഇന്ദ്രൻ അനീതിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് വേറെന്തും ചെയ്യുള്ളൂ. ഉദ്ഘാടനത്തിന് വിളക്കൊടുത്താൻ 11:30 വരെ സമയമുണ്ട്. മിക്കവാറും അതിനുള്ളിലെല്ലാം കഴിഞ്ഞ് ഇന്ദ്രൻ അവിടെ തിരിച്ചെത്താൻ പറ്റും. അതുവരെ വേറെ ആരെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇന്ദ്രന് വരാൻ പറ്റിയില്ലെങ്കിലോ സാറേ? വിളക്ക് കൊളുത്തുന്നത് അനന്തൻ മാഷല്ലേ. ആ കർമ്മം അണ്ണം ചെയ്തോളും. ഇന്ദ്രൻ വന്ന ശേഷമേ കച്ചവടം ആരംഭിക്കുള്ളൂ. വന്നു വന്ന് എന്റെ മോനെ അവിടുത്തെ വെറും ഒരു ജോലിക്കാരനാക്കി മാറ്റുവാണോ സാറേ? ഓ, അതുകൊണ്ടാണോ ഉദ്ഘാടനം മാറ്റിവെക്കാൻ നിങ്ങൾ പറയുന്നത്? അല്ല, ഇന്ദ്രനും അങ്ങനെ ഒരു തോന്നലുണ്ടോ? അയ്യോ,
അങ്ങനൊന്നും ഇല്ലെങ്കിൽ അമ്മ പിന്നെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാ. ഇന്ന് തന്നെ ഉദ്ഘാടനം നടത്താനാണ് അങ്കിളുടെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ അങ്കിൾ. എന്റെ തീരുമാനമല്ല, നമ്മുടെ തീരുമാനം. നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ഇന്ന് നമ്മുടെ കട തുറക്കുന്നു. അങ്ങനെ കരുതണം. ഏതോ അക്രമികള് ഇന്നീ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷം മാത്രമല്ല ഇല്ലാണ്ടാക്കിയത്, 10 ലക്ഷം രൂപയും കൂടിയാ. അതിനി ഒരിക്കലും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അപ്പോ പുതിയൊരു വരുമാന മാർഗം എത്രയും വേഗം തുടങ്ങിയല്ലേ വേണ്ടത് എന്തിനാ? ഇന്ന് കിട്ടേണ്ട ലാഭം ഇന്നേ കിട്ടുള്ളൂ, അത് നാളെ കിട്ടില്ല. ബിസിനസ് അങ്ങനെയാ. അതുകൊണ്ട് ഞാനും അനുപമയും കൂടി കടയിലേക്ക് പോവേ. ഇന്ദിര, ആ താക്കോല് അനുപമ ഏൽപ്പിക്കൂ. അങ്കിളെ, അമ്മേ, ഒരപേക്ഷയുണ്ട്. അവിടെ വരുന്ന ആളുകളോട് എന്റെ മകളെ കാണാനില്ലെന്ന കാര്യം ആരും പറഞ്ഞേക്കല്ലേ. ഞങ്ങൾക്കിവിടെ ജീവിക്കേണ്ടതാ. അങ്ങനെ ആരെങ്കിലും പറയുവോ സുശീലേ? നീ നല്ല മനസ്സോടെ ആ താക്കോൽ അനുമോളെ ഏൽപ്പിക്ക്. ദാ നിന്റെ കടയുടെ താക്കോല് കൊണ്ടുപോയി തുറക്ക്. ഇന്ദിര, സോനമോളുടെ കാര്യത്തിലുള്ള ഡെവലപ്മെന്റ് അപ്പപ്പ വിളിച്ച് പറയണം. അതനുസരിച്ച് ഞാനവിടെ കാര്യങ്ങൾ നീക്കിക്കോളാം. ശരി അങ്കിൾ. പിന്നെ ഞങ്ങളെ ആരെയും കാണാത്തത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും? അതൊക്കെ ആർക്കും ദോഷം വരാത്ത രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നീ ഇനി അതോർത്ത് ടെൻഷൻ ആവണ്ട. ഇന്ദ്രേട്ടൻ ആ സമയത്തിനുള്ള അവിടെ എത്താൻ പറ്റും. ശരി, നീ ചെല്ല്. ഭാനുമ്മേ, പോയിട്ട് വാ മോളെ. എല്ലാം ഭംഗിയായി നടക്കാൻ ഭാനുവമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. വാ മോളെ. ചേച്ചി, ദേ ആരാ വന്നേ നോക്കി. ചേച്ചി പ്രത്യേകം ക്ഷണിച്ചു കാണും. ഒന്ന് പൊടി. രഘുവേട്ടൻ പിന്നെ ഉള്ളത്. ആ സത്യ, നിന്നെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. രഘുവേട്ടാ, ഇതെന്റെ ഫ്രണ്ടാ രമേശ്. ഹലോ. ഹായ്. രമേശ് കുറച്ച് ഗോൾഡ് പണയം വെക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം കൂടിയല്ലേ? താങ്ക്സ് സത്യ. നീ ആദ്യം തന്നെ ഒരു ഇടപാടുമായി വന്നല്ലോ. എത്ര പവനുണ്ട്? ഒരു 10 പവൻ കാണും. 2 ലക്ഷം രൂപ വേണം. ആ ഓക്കെ, വാ വാ സത്യ. എന്താ ചേച്ചി, സത്യേട്ടനൊരു ഗൗരവം? നീ പോയേ. സത്യം നമ്മുടെ സ്വന്തം ആളാ ചെയ്യാ. കൂടുതൽ പരിശോധനയൊന്നും വേണ്ട, കാര്യങ്ങൾ പെട്ടെന്ന് നടത്തിക്കൊടു. അതെ, രമേശിന് വളരെ അത്യാവശ്യമായിട്ട് ക്യാഷ് ഒരിടത്ത് എത്തിക്കാനുള്ളതാ. മഞ്ജരി, ഇതിന്റെ റെസിപ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കും. ശരി രമേശ്, നീ ക്യാഷ് വാങ്ങിച്ചു. ഞാനപ്പോ പുറത്ത് നിൽക്കാം. ഓക്കെടാ. ഓ, ക്യാഷ് അല്ലേ? ഞാൻ അവിടെ ഇന്ദ്രന്റെ കടയുടെ ഉദ്ഘാടനം അല്ലേ സത്യ? അതെ, ഞാനിതുവരെ അങ്ങോട്ട് പോയില്ല. ഫ്രണ്ടിന് പെട്ടെന്നൊരു ആവശ്യം വന്നു. ഞാൻ അവനെ കൊണ്ട് വന്നതാ.
ഒരാൾ മാത്രം എന്താ അവിടെ മാറി നിൽക്കുന്നേ? ആവോ, അയാളോട് തന്നെ ചോദിക്കേ. ഹലോ, എന്താ ഒരു മൈൻഡ് ഇല്ലാത്തത്? ആരാ? ഞാനാണോ മൈൻഡ് ചെയ്യാത്തെ? വരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു. അല്ല, താൻ ക്ഷണിച്ചിട്ട് വന്നതല്ല കേട്ടോ. അവിടെ വലിയൊരു പ്രശ്നം നടക്കുക. അതിനിടയിൽ നിന്ന് ഓടി വന്നതാ. എന്ത് പ്രശ്നം? അതിപ്പോ പറയാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ വിളിക്കാം. അനുചേച്ചിക്ക് എന്തെങ്കിലും? ഏയ് അല്ല, അതൊന്നുമല്ല. തൽക്കാലം ആരും ഒന്നും അറിയണ്ട. സത്യ പോ. ആ ശരി ശരി, കാണാം. വാ. ഇദ്ദേഹം ഇന്ദ്രന്റെ അടുത്ത് ആരോ ആണെന്ന് തോന്നുന്നു. ഞാനേ ഒന്ന് ചോദിച്ചിട്ട് വരാം. നീ ഇവിടെ തന്നെ നിൽക്കുക. നമസ്കാരം സാറേ. നമസ്കാരം. ഇന്ദ്രന്റെ കട ഉദ്ഘാടനത്തിന് വന്നതല്ലേ? ആരെയും കാണുന്നില്ലല്ലോ. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. എന്നാലും ആരെങ്കിലും വന്ന് അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് നടത്തേണ്ടതല്ലേ? അതിനാ ഞാൻ വന്നത്. ഓ, ഇന്നലെ രാത്രി ഇതൊക്കെ ചെയ്തത് ഞാനും ഇന്ദ്രനും സത്യനും കൂടിയാ. ഓ അല്ല, സാർ ഇന്ദ്രന്റെ? ഞാൻ ഇന്ദ്രന്റെ ഭാര്യയുടെ അച്ഛനാ, അനന്തൻ മാഷ്. അയ്യോ, അനുപമയുടെ അച്ഛനായിരുന്നോ? അനന്തൻ മാഷിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓ, ഞാൻ വിജയൻ. അത്യാവശ്യം ബ്രോക്കർ പണിയും ഇതുപോലെ പരസഹായമൊക്കെ പണി. ആ വിജയ, ഞാൻ ഇന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ ശരി സാറേ, വിളിക്കേ. ആ മാഷേ, ദാസാറും മറ്റുള്ളവരും എത്തി. ആ അണ്ണൻ കുറച്ചു സമയമായോ വന്നിട്ട്? ആ കുറച്ച് സമയമായി. എന്താ നിങ്ങൾ ഇത്രയും താമസിച്ചത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ മോളെ? അച്ഛാ, അത് അണ്ണാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഇന്ദ്രന്റെ അമ്മ രാവിലെ ഒന്ന് തലകറങ്ങി വീണു. അവരെല്ലാവരും ഇപ്പൊ ഹോസ്പിറ്റലില്. സുശീലക്ക് വേറെന്തെങ്കിലും? ഇല്ല അച്ഛാ, അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുഹൂർത്തത്തിന് മുമ്പേ അവരെല്ലാം ഇങ്ങെത്തും. ആണോ? എന്നാ സാരമില്ല. 11:30 വരെ സമയമുണ്ടല്ലോ. ആ വിജയ, ഓ കട തുറന്ന് ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചോ. അപ്പോഴേക്കും അവൻ വരുമായിരിക്കും. മോളെ, ആ താക്കോലെടുത്ത് വിജയന്റെ കൊടുക്കും. ഇതാ. അല്ല, അണ്ണൻ വല്ലതും കഴിച്ചിട്ടാണോ വന്നത്? ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് പോ. ഓ വേണ്ട ദാസ്, ഇപ്പൊ എനിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നാലും ഇന്നത്തെ ദിവസം തന്നെ സുശീലയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ മോളെ. പേടിക്കാനൊന്നും ഇല്ലണ്ണ. അവർക്ക് BP കൂടിയതാ. ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. നമ്മൾ നടത്തും. അണ്ണൻ ധൈര്യമായിട്ടിരിക്കേ. വാണ, നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ആയിക്കോട്ടെ, വരൂ. ദാസാറെടുത്ത തീരുമാനമാ കറക്റ്റ്. കട ഇന്ന് തുറക്കാതിരുന്നാലായിരിക്കും ആളുകൾ ഓരോന്ന് ചിക്കി ചെയ്യാൻ പോകുന്നത്. അത് അതിന്റെ സമയത്ത് നടക്കുന്നതാ നല്ലത്. സ്വർണം പണയം വെച്ചതിന്റെ റെസിപ്റ്റ് എവിടെ? റെസിപ്റ്റിൽ അമ്പിളി ഫൈനാൻസ് കമ്പനി എന്നാണല്ലോ. അത് അമ്മ കണ്ടാൽ പണിയാകുമല്ലോ. എന്താടാ, റെസിപ്റ്റ് വല്ലയിടത്തും കൊണ്ടേ കളഞ്ഞോ? ഇല്ല അമ്മേ, റെസിപ്റ്റ് ഒന്നും ഇല്ല. പണയ സ്ഥാപനങ്ങൾ തുറക്കാത്തത് കൊണ്ട് രമേഷിന്റെ പരിചയത്തിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നാ സ്വർണം വെച്ച് 2 ലക്ഷം രൂപ വാങ്ങിച്ചത്. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അതിനൊരു തെളിവ് വേണ്ടടാ. അത് അല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണം എടുക്കാൻ ചെല്ലുമ്പോൾ നാളെ അയാൾ കൈമലർത്തി കാണിച്ചാലോ? അങ്ങനെയുള്ള ആളൊന്നും അല്ല അമ്മേ. അവരത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാ. രമേശ് എന്താ ഒരു തട്ടിപ്പുകാരന്റെ കയ്യിൽ നിന്ന് എനിക്ക് കാശ് വാങ്ങിച്ചു തരുവോ? തട്ടിപ്പുകാരനൊന്നും ആവണ്ട, അയാള് തട്ടിപ്പോയാലും പോരെ. നമ്മുടെ സ്വർണത്തിന് നമ്മൾ ആരോട് പോയി ചോദിക്കും? എന്ത് തെളിവ് കാണിക്കും? ഓ, ഒന്ന് മതിയാക്കെന്റെ സുശീലേ. ഇവിടെ അതിലും വലിയ കാര്യം ആലോചിക്കുമ്പോഴാ. അയാള് തട്ടിപ്പോയ ആ സ്വർണം വേണ്ടാന്ന് വയ്ക്കാം. അല്ല പിന്നെ നിങ്ങൾക്കത് പറയാം. സ്വർണം എന്റെ അല്ലേ? അമ്മയുടെ സ്വർണം നഷ്ടപ്പെടാതിരുന്നാൽ പോരെ? അതിന് ഞാനും രമേശും ഗ്യാരണ്ടി. അമ്മ ഇതിന്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ തന്നെ BP ലെവൽ കൂടിയിരിക്കുക. എന്താ ചേട്ടാ,
ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തോ? ആ നീ പോയ കാര്യം ഓക്കെ ആ, ആയല്ലോ. അതെല്ലാം ഓക്കെയാ. ഞാൻ അമ്മയുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ദാമേ 8 ലക്ഷം ഉണ്ട്. സത്യം കൊണ്ടുവന്ന കാശ് കൂടി ഇതിൽ വെച്ചാ മതി. 10 ലക്ഷം രൂപ ഈ കുടുംബത്തിലിരിക്കേണ്ട പണമാ. ഉഫ്, ആ കാലമാടന്മാരുടെ തലയിൽ ഇടിത്തി വീണേ ദൈവമേ. ഇത് കൊടുത്താലെങ്കിലും മോളെ ഒരു പോറല് പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടണേന്ന് പ്രാർത്ഥിക്ക് സുശീലേ. ഏട്ടാ, നമുക്കിനിയെങ്കിലും രഹസ്യമായി ഒന്ന് പോലീസിനെ സമീപിച്ചാലോ? നമ്മൾ പണം കൊടുത്ത് സോനയെ മോചിപ്പിച്ച ശേഷം പോലീസ് പതിയിരുന്ന അക്രമികളെ കീഴ്പ്പെടുത്തിക്കോളും. അതൊക്കെ നമ്മൾ സിനിമയിൽ കാണുമ്പോഴൊന്നും ജീവിതത്തിൽ നടക്കില്ല സത്യ. അക്രമികൾ പോലീസിന്റെ സാന്നിധ്യം എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവര് സോന എന്തും ചെയ്യും. അയ്യോ എടാ, വേണ്ടാത്ത ബുദ്ധിയൊന്നും കാണിച്ചേക്കല്ലേ ഇന്ദ്ര. ഇവനൊക്കെ പലതും പറയും, അവസാനം കരയാൻ നമ്മൾ രണ്ടും മാത്രമേ കാണുള്ളൂ. നമ്മുടെ മകള് ഒരു രാത്രി മുഴുവൻ അക്രമികളുടെ കയ്യിലായിരുന്നെന്ന് നമ്മളല്ലാതെ ഒരു കുഞ്ഞു പോലും അറിയരുത്. ആരെങ്കിലും അറിഞ്ഞാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. ഇന്ദു പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേ നമ്മുടെ ഇന്ദ്രന്റെ അനുജത്തി നമ്മുടെ ഗോകുലിനെ വിടുന്ന ലക്ഷണമില്ല. നമ്മുടെ ഗോകുലിനോട് അവന് വേണ്ടി മാഷിന്റെ മകളെ ആലോചിച്ച കാര്യം പറഞ്ഞാലോ? എന്തു പറയുന്നു? അതിന് മാഷിന്റെ മറുപടി ഇതുവരെ കിട്ടിയില്ലല്ലോ. അദ്ദേഹത്തിനും മക്കൾക്കും നമ്മുടെ ആലോചന ഇഷ്ടപ്പെട്ടു കാണത്തില്ല. അങ്ങനെ വരുവോ? നമ്മളെന്താ അത്ര മോശക്കാരാണോ? എന്തായാലും ഗോകുലിനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ സോന നമുക്കൊരു തലവേദനയായി മാറും. അയ്യോ അമ്മേ, ആദ്യം സോനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ ഗോകുലേട്ടന് കല്യാണം ആലോചിച്ചാ അവരെന്ത് കാണിക്കുമെന്ന് പറയാനാവില്ല. അവസാനം അതിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. എല്ലാത്തിനും നിന്റെ ചേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ. അവന് പ്രേമിക്കാൻ അനിയത്തിയുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു കൊച്ചു പെണ്ണിനെല്ലാം കിട്ടിയുള്ളൂ. എന്റെ അച്ഛ, എനിക്ക് അവളോട് പ്രേമൊന്നുമില്ല. ചെറുപ്പം മുതലുള്ള പരിചയത്തെ ഈ അവസ്ഥ വരെ എത്തിച്ചത് സോന തന്നെയാ. അവളെ കാണാതായതിന്റെ പിന്നിൽ എന്തെങ്കിലും വിവരം അറിഞ്ഞോ നീ?